കണ്ണൂർ പഴയങ്ങാടിയിൽ കുഞ്ഞുമായി പുഴയിൽ ചാടിയ റീമയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത്. ഭർത്തൃ വീട്ടിൽ മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നെന്നും ഭർത്താവ് ഒരു പരിഗണനയും തനിക്കും കുഞ്ഞിനും നൽകിയില്ലെന്നും ആത്മഹത്യാക്കുറിപ്പിൽ റീമ പറയുന്നു. മകൾ അടിമയെപ്പോലെയാണ് ഭർത്താവിന്റെ വീട്ടിൽ കഴിഞ്ഞിരുന്നതെന്ന് അച്ഛൻ മോഹനനും ആരോപിച്ചു. ഭർത്തൃമാതാവ് ഒരിക്കലും സമാധാനം നൽകിയിട്ടില്ലെന്നും തന്നെയും കുട്ടിയെയും അമ്മയുടെ വാക്ക് കേട്ട് ഭർത്താവ് ഇറക്കിവിട്ടെന്നും റീമയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. അമ്മ നടത്തിയ എല്ലാ പീഡനങ്ങൾക്കും ഭർത്താവ് കമൽരാജ് കൂട്ടുനിന്നെന്ന് കുറിപ്പിലുണ്ട്. മാനസിക പീഡനത്തോടൊപ്പം മകനെ വേണമെന്ന സമ്മർദ്ദം ഭർത്താവിന്റെ ഭാഗത്തു നിന്നുണ്ടായതോടെ സഹിക്കാൻ പറ്റിയില്ലെന്ന് റീമ എഴുതിയ കുറിപ്പിൽ പറയുന്നു. മകൾ ഭർത്തൃവീട്ടിൽ കഴിഞ്ഞത് അടിമയെപ്പോലെയെന്ന് പിതാവ് മോഹനൻ. ഒരു അടിമയെ പോലെ അവിടെ കഴിയേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അവൻ അമ്മയുടെ വാക്ക് കേട്ട് മാത്രം പ്രവർത്തിക്കുന്നത്. എൻ്റെ മോക്കും കുട്ടിക്കും അവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള ഈ നരഭോജികൾക്ക് ഈ കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. ഒരു ഘട്ടത്തിലും ഭർത്താവ് തനിക്കും കുഞ്ഞിനും പരിഗണന നൽകിയില്ലെന്നും അമ്മയുടെ വാക്ക് കേട്ട് മാത്രം പ്രവർത്തിച്ചെന്നും റീമ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. തന്നെ പോലുള്ള പെൺകുട്ടികൾക്ക് നീതി നൽകാത്ത നിയമമാണ് നാട്ടിലെന്നു കൂടി പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ജൂലൈ 20 പുലർച്ചെയാണ് റീമ 3 വയസ്സുള്ള മകനുമായി ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ ചാടിയത്. ആദ്യ ദിവസത്തെ തിരച്ചിലിൽ റീമയുടെയും കഴിഞ്ഞ ദിവസം കുഞ്ഞിന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ കുടുംബങ്ങളുടെ മൊഴിയെടുത്തെങ്കിലും ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ ഇതുവരെ പോലീസ് നടപടിയുണ്ടായിട്ടില്ല. ന്യൂസ് മലയാളം, കണ്ണൂർ.